മുസ്ലിം ലീഗിന്റെ ദേശീയ കൗൺസിൽ യോഗം നാളെ ചെന്നൈയിൽ. ലീഗിന് പാർലമെന്റിന് അകത്തും പുറത്തും വലിയ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി 24-നോട് പറഞ്ഞു. തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിന്ന് യുവാക്കളെ അകറ്റി നിർത്തുന്നതിൽ ലീഗ് പ്രധാനപ്പെട്ട റോൾ വഹിച്ചതായി ദേശീയ രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. ചെന്നൈയിൽ നിന്നും മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ യോഗം ചെന്നൈയിൽ ചേരാനിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും കായികമില്ലത്തിൻ്റെ മണ്ണിൽ വീണ്ടും ഒരു ദേശീയ കൗൺസിൽ വന്നിരിക്കുകയാണ്, യോഗം വന്നിരിക്കുകയാണ്. നാളെ പ്രധാനപ്പെട്ട അജണ്ടയായി കണക്കാക്കുന്നത് പുതിയ ഭാരവാഹികളുടെ ഒരു തെരഞ്ഞെടുപ്പും മറ്റുമൊക്കെയാണ്. അപ്പോൾ ഒരു 2 വർഷത്തെ ഒരു പെർഫോമൻസ് ഗ്രാഫ് എങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കാണുന്നത്? അല്ല, വളരെ നല്ല പെർഫോമൻസ് അല്ലേ ഇത്തവണ. ഇപ്പോൾ വഖഫ് ബില്ല് വന്നു, പാർലമെൻ്ററി പാർട്ടി ലീഡർ ബഷീർ സാഹിബ് ഇവിടെ തന്നെ ഉണ്ട്. ചോദിക്കാം, പാർലമെൻറ്റിൽ വളരെ നല്ല മറ്റു എം പിമാരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കായികമില്ലത്ത് സൗദത്തിൻ്റെ ഇനോഗ്രേഷൻ വരാൻ പോകുന്നു. അത് പ്രവർത്തകന്മാരുടെ ഒരു സ്വപ്നമായിരുന്നു. ആ ഡ്രീം പൂർത്തീകരിക്കാൻ പോവാണ്. 75-ാം വാർഷികം ഈ ചെന്നൈയിൽ വെച്ച് നടന്ന വലിയ സംഭവമായിരുന്നു. സംഭവബഹുലമായ വർഷങ്ങളാണ് കടന്നുപോയത്. ഇനി സംഭവപരമായ വർഷങ്ങളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് പുതിയ ഭാരവാഹികളും കാര്യങ്ങളൊക്കെ സെലക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഈ പ്രാവശ്യത്തെ അജണ്ട. മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായി മാറുന്നതിൽ ലീഗിന് ഇപ്പോഴും ആ ഒരു സ്ട്രൈക്ക് റേറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും കമൻറ്റ്? അതർത്ഥമില്ല. വളരെ ആക്റ്റീവായിരുന്നു മുസ്ലിം ലീഗ്. മാത്രമല്ല, വളരെ നന്നായിട്ട് മുസ്ലിം ലീഗിന് ഇവിടെ കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ ദേശീയ പ്രശ്നങ്ങളിൽ, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ എല്ലാ മേഖലകളിലും ശക്തിയായി ഇടപെടുവാനും അതിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനുമുള്ള ചാലകശക്തിയായി തീരാനും മുസ്ലിം ലീഗ് സാധിച്ചിട്ടുണ്ട്. പിന്നെ 5 അംഗ ബലമുള്ള ഒരു പാർലമെൻ്ററി പാർട്ടിയാണ് മുസ്ലിം ലീഗിലുള്ളത്. വളരെ ഫലപ്രദമാണ്. പാർലമെൻറ്റിൽ ലോക്സഭയിൽ 3 പേരും രാജ്യസഭയിൽ 2 പേരും നല്ല റെക്കോർഡ് പെർഫോമൻസാണ് നടത്തിയിട്ടുള്ളത്. ഒരുപാട് തീവ്ര സ്വഭാവമുള്ള ഇത്തരത്തിൽ മതത്തിൻ്റെ പേരിൽ തന്നെ രൂപീകരിക്കപ്പെടുന്ന പാർട്ടികൾ കേരളത്തിൽ അധികരിച്ചു വരികയാണ്. അപ്പോൾ അതിനെ ചെറുക്കുന്നതിൽ, അതിലേക്ക് യുവത്വം കടന്നു പോകുന്നത് ചെറുക്കുന്നതിൽ ലീഗിന് ഫലപ്രദമായ റോള് വഹിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയങ്ങൾ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നിലപാടാണ്. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്ക് മുസ്ലിം ലീഗ് തയ്യാറില്ല. എത്ര പ്രകോപനം ഉണ്ടായാലും മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്ന തീരുമാനം എന്നുള്ളത് മതസൗഹാർദ്ദത്തിന് കോട്ടം വരരുത്, രാജ്യസ്നേഹപരമായിട്ടുള്ള നിലപാടുകളാണ് എപ്പോഴും മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. വെടിനിർത്തൽ കൊണ്ടുവന്നതിൽ അമേരിക്കയുടെ റോളിനെ പറ്റി ഒരു വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞത് ശരിയില്ല. അത് ഗവൺമെൻറ്റിനോടൊപ്പമാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ എന്തായാലും ദേശീയ കൗൺസിൽ യോഗം ലീഗിൻ്റേത് ചെന്നൈയിലായിരിക്കും പുരോഗമിക്കുക. നാളെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെയും ഉണ്ടാവും, പുതിയ നേതൃത്വം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെന്നൈയിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശഭട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24.